നമ്മളെല്ലാവരും കാസറോൾ ഉപയോഗിക്കുന്നവരാണ്. അതിലെപ്പോഴും ഭക്ഷണം ഇട്ട് വയ്ക്കുന്നതിനാൽ നമ്മൾ എത്രയൊക്കെ കഴുകി അടച്ചു വെച്ചാലും കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴൊരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് ഒരു നാരങ്ങയുടെ പകുതി, ഒരു സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ള ആ വെള്ളം നാരങ്ങയും വെച്ചിട്ട് ഇതിൻ്റെ അകം എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കണം. ഇതിൻ്റെ സൈഡിലെല്ലാം വല്ല ബാക്ടീരിയകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ കഴുകിയെടുത്താലും ഇതിൻ്റെ സൈഡിൽ ഭക്ഷണം ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലെല്ലാം കുഞ്ഞു ബാക്ടീരിയകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ഈ അടപ്പിൻ്റെ സൈഡിലൊക്കെ നമ്മളിതുപോലെ തേച്ച് കൊടുത്താൽ കാസറോൾ എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കുകയും ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ശേഷം സാധാ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുത്തതിന് ശേഷം കമിഴ്ത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ അടച്ചു വയ്ക്കുകയോ എങ്ങനെ വേണേലും നമുക്ക് ചെയ്താൽ നല്ല ഫ്രഷോട് കൂടി എപ്പോഴും ഇരിക്കും. ഒരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം ഒന്നും കാസറോളിന് വരത്തില്ല. അടുത്തൊരു ടിപ്സ് ഹെയർ ഡൈ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് വരെ ഇതുപോലെ പെർമനൻ്റായിട്ട് നരച്ച മുടിയിൽ കട്ട കറുപ്പായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആരും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ലൈവായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ആരും ഞെട്ടണ്ട, ഇതിൽ ഒരു കെമിക്കലോ ഒരു ആവശ്യമില്ലാത്ത ഒരു പൊടികളോ ചേർക്കുന്നില്ല. ചായ, കാപ്പി അങ്ങനെയുള്ള യൂട്യൂബിൽ കാണിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നരച്ച മുടി കട്ട കറുപ്പിൽ പെർമനൻ്റാക്കി മാറ്റുന്ന ഡൈ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾ കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് പഴയൊരു നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ തയ്യാറാക്കുന്നത്. അമേസിങ് റിസൾട്ടാണ് കേട്ടോ. ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ മുടിയെല്ലാം നല്ല കട്ടക്കറുപ്പിലാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ. പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, മുത്തശ്ശിമാർക്കും അമ്മമാർക്ക് അപ്പൂപ്പന്മാർക്ക് ആർക്ക് വേണേലും ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു ഹെയർ ഡൈ ആണത്. ഇതിലേക്ക് എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകേണ്ട കാര്യമോ ഇല്ല. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് കഴുകേണ്ടതെന്നും വാഷ് ചെയ്യേണ്ടതെന്നും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുവരെ ആരും എൻ്റെ അറിവിൽ ഇതുപോലെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിക്കാതിരിക്കരുത്. എല്ലാ കടുകും പൊട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കടുക് വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മളിത് കരിച്ചാണ് എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുകെല്ലാം ഒരുപോലെ പൊട്ടിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പുകൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇത്രയും കറിവേപ്പിലയാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്രയും കറിവേപ്പില ഉണ്ടോ അത്രയും നല്ലത്. മുടി ഒരുപാടുള്ളവർക്ക് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയൊക്കെ അല്ലാതെ തന്നെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പം ഡൈക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ മുടി കൊഴിച്ചിൽ, താരൻ എന്നിവയ്ക്കെല്ലാം മുടി സംബന്ധമായിട്ടുള്ള എല്ലാത്തിനും നമുക്ക് ഇതിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ ചേർക്കുന്നത് തുളസിയുടെ ഇലയാണ്. ഇതിൻ്റെ പൂവോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തണ്ട് വേണ്ട, കാരണം നമുക്കിത് പൊടിക്കാനുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ പൂവും എല്ലാം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്നും നമ്മൾ കളയണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതിനൊക്കെയുള്ള മരുന്നുകളുണ്ട്. പക്ഷെ അതാരും ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാറില്ല. ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് എല്ലാവരും ഇതിനെപ്പറ്റി വറീഡാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കെമിക്കലൊന്നും ചേർക്കാതെ എങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കി പരീക്ഷിച്ച് നമുക്കതിൻ്റെ റിസൾട്ട് എടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നമ്മുടെ യൂട്യൂബ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് നമ്മൾ കോപ്പി അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ
ചെയ്തെടുക്കുന്നതിലാണ് റിസൾട്ട് ഇരിക്കുന്നത്. അല്ലാതെ റിപ്പീറ്റേഷൻ നമുക്കൊരിക്കലും അതൊരു പരിഹാരമല്ല. നമ്മളിതുപോലെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ചെയ്ത് അതിന് റിസൾട്ട് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലൊക്കെ ഇടുവാണെങ്കിൽ നമുക്കതുകൊണ്ട് നല്ല ഒരു മറ്റുള്ളവർക്ക് നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അത് മറ്റുള്ളവർ കാണുമ്പോഴും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ഒക്കെ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് 101% ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഞാനിത് ഇങ്ങനെയൊരു ഡൈ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ഈ ഇലകളെല്ലാം നമ്മൾ കരിച്ചെടുക്കുന്നുണ്ട്. ഇനിയും നമുക്കിതിലേക്ക് വേറൊരു ഐറ്റംസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ആദ്യമേ ഒന്ന് എല്ലാം ഒന്ന് ഡ്രൈ ആവട്ടെ. കറിവേപ്പില കുറച്ച് സമയം എടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഞാനിവിടെ 1 സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് മുടി വളരാനും താരൻ എന്നിവയ്ക്കെല്ലാം നമുക്ക് ഏറ്റവും നല്ലതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ജീരകം 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ, എന്നാലേ പെട്ടെന്ന് അത് കരിഞ്ഞ് കിട്ടത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ഡൈ ആണെന്ന് പറയേയില്ല കേട്ടോ. കാരണം കറിവേപ്പിലയുടെയും കടുകിൻ്റെയും കരിഞ്ജീരകത്തിൻ്റെയും എല്ലാം ഒരു സ്മെല്ലുണ്ടല്ലോ, അത് അപാര സ്മെല്ലാണ്. ഇതിപ്പോൾ ഏതോ നല്ലൊരു കറി വെക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്. സാധാരണ എല്ലാവരും പറയാറുണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നൊന്നും പറയാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞു പോകും, അത്രയ്ക്ക് നല്ലൊരു മണമാണ്. ഇത് ഞാൻ നേരത്തെ ഒരു ഡൈയുടെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിതുപോലെ സെർച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. അത് ഓരോ പ്രാവശ്യവും ഞാനിതുപോലെ പുതിയ പുതിയ വീഡിയോസുകൾ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം നമുക്കിത് ആവശ്യമാണ്. നമ്മുടെയൊക്കെ മുടിയൊക്കെ നരച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാത്രമല്ല, ചെറുപ്പക്കാരിലും ചെറിയ 10-20 വയസ്സായ കുട്ടികളിലും എല്ലാം മുടി നരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് കാരണം മുടി പൊട്ടിപ്പോകുന്നു, മുടി കുഴിയുന്നു. അങ്ങനെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കഷണ്ടികളാവുന്നു. ഈ കഷണ്ടിയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കഷണ്ടി വരാതെ. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ആൺകുട്ടികൾക്കും ഒക്കെ ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് കരിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒട്ടും നമ്മളൊരു പച്ചപ്പുണ്ടാകാൻ പാടില്ല. കറിവേപ്പിലയിലാണേലും അത്രയ്ക്ക് നന്നായിട്ട് കരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ പലരുടെയും കണ്ടിട്ടുണ്ട്, ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ വേണം, ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ചെയ്താലേ ശരിയാവുള്ളൂ, അത് അങ്ങനെയുള്ളതാണ്. പക്ഷെ അതൊന്നും പലരും ചെയ്തിട്ട് അതിനൊന്നും റിസൾട്ടൊന്നും അത്രയ്ക്കൊന്നുമില്ല. അതൊക്കെ പെട്ടെന്ന് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ എൻ്റേതായതുകൊണ്ട് ഞാൻ പറയല്ല. പക്ഷെ നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് മറ്റുള്ളവർക്ക് അങ്ങനെ പറയാൻ പാടുള്ളൂ. കൂട്ടെല്ലാം പിന്നെ നമ്മൾ ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. ചെയ്യുന്നത് നിങ്ങൾ വർക്ക് ഏരിയയിൽ നിങ്ങൾ സ്റ്റൗ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്നറിയോ, ഇത് കരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര പുകയായിരിക്കും. അപ്പോൾ വീടിനകത്തെല്ലാം പുകയുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. വർക്ക് ഏരിയയിൽ വെച്ചിട്ട് നിങ്ങളിതുപോലെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ചും കൂടി ആവാനുണ്ട്, ഇത്രയും കരിഞ്ഞാൽ പോരാ. അപ്പം നമ്മുടെ അമേസിങ് റിസൾട്ട് തരുന്ന ഡൈ ചെയ്യാനുള്ള കൂട്ടുകളെല്ലാം ഇവിടെ തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പം നോക്കൂ, ലൈവാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. കണ്ടോ, പോത്തില്ല. ഇതിൽ നമ്മൾ എണ്ണയോ മറ്റുള്ളതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നോക്കിയേ, പോവില്ല. അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയാലും അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല. നോക്ക്, നിങ്ങളിത് കണ്ട് ഇത്രയും നാൾ നമ്മളിതൊന്നും അറിഞ്ഞില്ല. ഓക്കെ, ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കാം. ഇനി കൈ കൊണ്ട്
കാരണം നിങ്ങൾക്ക് ബോധ്യം വരണമല്ലോ, നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഗുണം കിട്ടണ്ടേ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് വെള്ളം ഒഴിച്ചാൽ പോവോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈവാണതേ. ഇതിന് വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ പല പൊടികളും, അത് ഹെന്ന അല്ലെങ്കിൽ ചായപ്പൊടി, കാപ്പിപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ഇങ്ങനെയൊക്കെയുള്ള തേച്ചൊക്കെയുള്ള പല പല ഹെയർ ഡൈകളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3-4 ചേരുവകൾ മാത്രമേ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അത് ഇത്രയും കാലം നമ്മളിതൊന്നും അറിഞ്ഞില്ല എന്നോർത്ത് നമ്മൾ വിഷമിക്കാനേ പറ്റുള്ളൂ. ഇത് തേച്ചിട്ട് നിങ്ങൾ രാവിലെ തേക്കുകയാണെങ്കിൽ നിങ്ങൾ വൈകിട്ട് കുളിക്കുന്ന സമയത്ത് നിങ്ങൾ കഴുകിയാൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തലേദിവസം മുടി നന്നായിട്ട് എണ്ണയെല്ലാം കഴിഞ്ഞ് നല്ല ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾ തേക്കാവുള്ളൂ. ഇതിപ്പോൾ തേച്ചിട്ട് നിങ്ങൾക്ക് പുറത്താണെങ്കിലും വെളിയിലൊക്കെ നിങ്ങൾക്ക് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. അതങ്ങനെയുള്ള വേറെ യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. മാത്രമല്ല, നിങ്ങൾ നോർമൽ വെള്ളത്തിൽ വേണം മുടി കഴുകാനായിട്ട്. സോപ്പ്, ഷാമ്പു എന്നിവ നിങ്ങൾ തേക്കാതിരിക്കുക തലയിൽ. സാധാരണയാണെങ്കിലും മുടിയിൽ അങ്ങനെ സോപ്പ് തേക്കുന്ന അത്ര നല്ലതല്ല. ഷാമ്പു നമുക്ക് നല്ല കാര്യങ്ങളൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഹെയർ ഡേ തേച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുടിയിൽ സോപ്പ് അല്ലെങ്കിൽ ഷാമ്പു തേക്കാനേ പാടില്ല. തേക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് 100% പെർമനൻ്റ് ആണ് ഈ ഹെയർ ഡൈ. ഇതുപോലെ കുറച്ചധികം നിങ്ങളിതുപോലെ പാക്കായിട്ട് നിങ്ങൾ എടുത്തൊരു ടിന്നിലോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തേച്ച് തലയിൽ പിടിപ്പിക്കുകയും ചെയ്യും. തലയ്ക്ക് കാരണം നല്ലൊരു കുളിക്കുന്നതിന് മുമ്പൊക്കെ നിങ്ങളിതുപോലെ തേച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് നല്ലൊരു കൂൾനെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചൂടൊന്നും ഉണ്ടാകത്തില്ല. നല്ല കുളിർമയായിരിക്കും തലയ്ക്ക്. നല്ല ഉറക്കവും നല്ല ഉന്മേഷവും ഒക്കെ ലഭിക്കുന്നതാണ്. മുടി വളരാനും അതുപോലെ എല്ലാത്തിനും, താരൻ, മുടി കൊഴിച്ചിൽ, ഇങ്ങനെയുള്ളതെല്ലാം ഒറ്റയടിക്ക് മാറുന്നതാണ് നമ്മുടെ ഈ ഹെയർ ഡേ എന്ന് പറയുന്നത്. ഹെയർ ഡേ എന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിനെല്ലാം കൂടെ ചേർന്ന ഒരു നല്ലൊരു ഹെയർ ഡേ ആണ് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലും അപ്പുറം ഒരു ഹെയർ ഡേ ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് വീണ്ടും ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്തിട്ട് വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അത് കാണുന്നവരേക്കും ബൈ.